ഞാൻ ഒരു കാര്യം പറയട്ടെ, അർജുൻ പൊളിയാണ്. അർജുൻ പൊളിയാന്ന് വെച്ചാൽ പൊളി തന്നെയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മള് ഒരു സ്ഥലത്ത് പോവുക, പെരുമാറണം. നമുക്ക് അറിയാത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഡീസെന്റ് ആയിട്ട് പെരുമാറണം എന്ന് എല്ലാ മാതാപിതാക്കളും എല്ലാ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അർജുനന് അത് വ്യക്തമായിട്ട് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം 100% ഉറപ്പാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗസ്റ്റ് ഹോട്ടലിലാണ്, ഇപ്പൊ BB ഹോട്ടലാണല്ലോ ടാസ്ക്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു ഗസ്റ്റ് മുമ്പിലോട്ട് വരികയാണ്, അതും ഒരു വെയിറ്റർ അല്ലെങ്കിൽ ഒരു പണിക്കാരന്റെ മുമ്പിലോട്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാൻ വരുമായിരിക്കും. അപ്പൊ കയ്യിൽ ചൂലും തുടക്കണ കോലൊക്കെ ആയിട്ട് ഇങ്ങനെ നേരെ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അത് ഒളിപ്പിച്ച് പിടിച്ചിട്ട് ഓക്കെ സർ, വാട്ട് യു വാണ്ട് സർ, ഓക്കെ സർ, ഓക്കെ സർ, വേറെ ലെഫ്റ്റ് എടുത്താൽ ചോദിച്ചു പോകും. അങ്ങനെയൊക്കെ വിവരത്തോടെ പറയും. അതാണ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ സാബു ഡെൻ റൂമിലോട്ട് കയറി വരുമ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന അർജുൻ പെട്ടെന്ന് ചൂലിങ്ങനെ എടുത്ത് പുറകിലോട്ട് വെച്ചിട്ട്, സാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഓ അങ്ങനെയാണോ, ശരി, സൂപ്പർ സൂപ്പർ എന്ന് സംസാരിച്ചിട്ട് സാബു പോയതിന് ശേഷം മാത്രം ചൂലെടുത്തിട്ട് അടിച്ചു വാരുകയാണ് ചെയ്തത്. അതൊരു ഗ്രേറ്റ് സൂപ്പർ മാനേഴ്സ് എന്ന് തന്നെ പറയണം. അതിനെന്തിനാണ് സാബു ഒരു കോയിൻ കൊടുക്കാണ്ട് പോയെന്ന് എനിക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു വിഷമമുണ്ട് കേട്ടോ. അത് അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മാനേഴ്സ് പൂർവ്വം ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ഒരു ഗസ്റ്റിനെ പരിഗണിക്കുന്ന പോലെയല്ല കാണിക്കുന്നത്. ഒരുപാട് പേര് കുശലം കുത്തുന്നു, പുറകിൽ പോയി കുറ്റം പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ അർജുൻ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നല്ല മാനേഴ്സ് പൂർവ്വമാണ് സാബുവിനോട് പെരുമാറിയിട്ടുള്ളത്. അതിനൊരു കോയിൻ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം, ചിലപ്പോൾ സാബു അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എല്ലാവരും നിൽക്കുമ്പോൾ ഒരു സ്ഥലത്ത് പറയാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ അർജുൻ ഈ ചെയ്ത കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായി ഞാൻ കമന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അർജുൻ ഫാൻസ് ഉണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക.